അപ്പോൾ അളവെടുക്കുന്നത് ഇതിപ്പം ഇവിടെ ഓൾറെഡി നമ്മൾ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി. ഇതിപ്പോ വലിയ വിൻഡോ ആയതുകൊണ്ട് നമ്മൾ 3 ക്ലാമ്പ് ചെയ്തേക്കുക. ക്ലാമ്പ് സെറ്റ് ചെയ്യുന്ന ഒന്നുമില്ല, ഈ ഒരു ക്ലാമ്പ് കിട്ടും. നമ്മൾ ഇവിടേക്ക് സെറ്റ് ചെയ്യുക, ആണി അടിക്കുക, സ്ക്രൂ ചെയ്യുക, എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പൊ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് അതാണ് എന്റെ ബേസിക് സ്റ്റെപ്പ്. ശരി. ഫസ്റ്റ് ക്ലാമ്പ് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ വിൻഡോയുടെ തേപ്പൊക്കെ പലയിടത്തും അപാകതകളും ചെറിയ അഡ്യൂലേഷൻസ് ഉണ്ടാവും. ശരി. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വേണം. ഇതാണ് കസ്റ്റമേഴ്സിന് ഒരു മെയിൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അത് നമുക്ക് പറഞ്ഞുതരാം. ഇതിന്റെ മെഷർമെന്റ് നമുക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് ആദ്യം കാണാം. ആദ്യം ടോപ്പ്. മേളത്തെയും നടുക്കത്തെയും താഴത്തെയൊക്കെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് അല്ലേ? എത്ര സെന്റി 191. ഇനി നമുക്ക് സെന്റർ ഒന്ന് പിടിച്ചേ. 192 നമുക്ക് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴെയും കൂടി നമുക്ക് പിടിക്കാം. എത്ര വരുന്നുണ്ട്? 192 നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 3, അതായത് ടോപ്പ് എടുക്കുക, ശരി, സെന്റർ എടുക്കുക, ഏറ്റവും താഴെ എടുക്കുന്നു. ഇതിൽ ഏറ്റവും കുറവുള്ള അളവ് ഏതാണോ അപ്പൊ 191. 191. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1 സെന്റി 1/2 സെന്റി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ശരി. അപ്പൊ നമുക്കിത് ഇതിന് പറ്റിയൊരു ബ്ലൈൻഡ്സ് ഇപ്പൊ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതോടെ നമുക്ക് കാണാം. ശരി. ഇതിപ്പോ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുമില്ല. ഇതിന്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇന്ത്യയിലുണ്ട്, ചോദിക്കുമ്പോൾ നമുക്ക് അയച്ചു കൊടുക്കാം. ഇത് കുറച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, എന്നാലും സിമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. ടോപ്പ് എടുക്കുക, നടുക്കെടുക്കുക, താഴെ എടുക്കുക. ഇത് ശ്രദ്ധിക്കുക, ഭിത്തിയുടെ തേപ്പ് ഫിനിഷിംഗ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ശരി. പിന്നെ നിങ്ങൾക്ക് അളവെടുക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളസ്റ്റ് വേയും, പിന്നെ അതുപോലെ ഞാൻ ഈ പറയാൻ പോകുന്നതിന് വേറൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ലൈറ്റ് അകത്തേക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തുനിന്ന് ഇത് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. അപ്പൊ അവിടെ അളവിന്റെ കേസും ഇതും ഒന്നും ഉണ്ടാവത്തില്ല, ഒരു വേരിയേഷനും ഇല്ല. നമുക്ക് ഇതിൽ നിന്ന് ഒരു 15 സെന്റി ഒരു 10 സെന്റി എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അളക്കാം. ലെങ്ത് കൂടിയാലും നമുക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് വെക്കാം, ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ലൈറ്റ് കൂടുതൽ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് പുറത്ത് വെച്ചിട്ട് ഇതിന്റെ മേളിലായിട്ട് ക്ലാമ്പ് സെറ്റ് ചെയ്യുക. പുറത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സാധനം അളവ് ചെയ്യുക. അതും വേണേ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊന്നുമില്ല ഹസൻ, ഇത് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അതിൽ വേറെ അളവൊന്നും എടുക്കണ്ട. രണ്ട് സൈഡിൽ നിന്ന് ഒരു 10 സെന്റി അല്ലെങ്കിൽ ഒരു 15 സെന്റി എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ജസ്റ്റ് അളവെടുക്കുക, കുറച്ച് മേലേക്കായിട്ട് സെറ്റ് ചെയ്യുക. അതും നമുക്ക് ചോദിക്കുമ്പോൾ കസ്റ്റമറിന്റെ സൈറ്റൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ അതനുസരിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പീസ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കാണിക്കാം. ആ പീസ് ഇങ്ങനെ എടുത്ത്, ഇത് നമ്മളിവിടെ യൂണിറ്റിൽ തന്നെ അസംബിൾ ചെയ്തൊരു പീസാണ്. അപ്പൊ നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കസ്റ്റമർ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇവിടെ ആദ്യം നിങ്ങൾ ഈ ക്ലാമ്പ് വേണ്ട, വലിയ ജനലായതുകൊണ്ട് 3 ക്ലാമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ചെറിയ ജനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മതി. ഇതാണ് ഒരു സെറ്റ് ചെയ്തൊരു ബ്ലൈൻഡ്സ്. ഇത് നമ്മൾ വേണ്ട 191 സെന്റിമീറ്റർ അല്ലേ ഇതിന്റെ? അതെ. ഇത് 191. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു 1/2 സെന്റി ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1/2 സെന്റി 1 സെന്റി നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞില്ല. ഈ ക്ലാമ്പിലേക്ക് ജസ്റ്റ് പിടിച്ചിടുക, നേരെ ഇതല്ലേ ഇത്രയേ ഉള്ളൂ. വലിച്ചു ഇത്ര ഉള്ള കേസ്. ഇതിങ്ങനെ താത്തിയിടാം, പൊക്കി കൊടുക്കാം. ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് വേണ്ട, കസ്റ്റമറിന് അവരുടെ വിൻഡോയുടെ അളവനുസരിച്ച് അയച്ചു കൊടുക്കാം. അത് ചോദിക്കുമ്പോഴാ ഇത് എവിടെയൊക്കെ നമ്മൾ കൊടുക്കും? ഇത് നമ്മൾ ഇന്ത്യയിൽ എവിടെയും എത്ര കൂടുതലും കുറവും എന്നുള്ള പ്രശ്നമല്ല. എത്ര ചെറിയ അളവായാലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതുപോലെ ഇതിനകത്ത് വേണ്ട സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് ഉണ്ടാവും, നമ്മുടെ ട്വയിന്റെ സാധനങ്ങൾ, എല്ലാ അക്സസറീസും ഉണ്ടാവും. സ്ക്രൂ മാത്രം നമ്മൾ അത് അവര് പ്രൊഫൈലിൽ നിന്ന് വാങ്ങിക്കുക. നല്ലൊരാളെ കൊണ്ട്, അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കുക. അളവ് കൃത്യമായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചെടുക്കുക. എപ്പോഴും ലോജിക്ക് ഇതേ ഉള്ളൂ, ഈ പെൽമെറ്റ് അകത്ത് കയറണം. അപ്പൊ 1 സെന്റി 1/2 സെന്റി കുറച്ചാൽ നമുക്ക് തന്നെ പ്രശ്നമില്ലൂ. പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, അറിയാൻ വേണ്ട. ഇതിപ്പോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ സ്വന്തമായിട്ട് ഇപ്പൊ ചെയ്ത് അവരുടെ റെഫറൽ ത്രൂ ആണ് നമുക്ക് ഇപ്പൊ കൂടുതൽ ഓർഡർ. ബ്ലൈൻഡ്സിന്റെ കേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരാം. ഗ്ലാസിന്റെ കേസിലും ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഓഫറുകൾ, വിലയുടെ കാര്യം ഓർത്താരും ടെൻഷൻ വേണ്ട, കോൺടാക്ട് ചെയ്യുക, പിന്നെയും ഡിസ്കൗണ്ട് ഉണ്ടാവും. അതിനകത്ത് ഇതൊന്നുമില്ല. ഓക്കെ. ഇതിപ്പോ നമ്മൾ പറയുന്നത് ഇപ്പൊ ഓണമായിട്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഫുൾ ഓഫറാ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഷോയിലിനെ വിളിക്കുന്നത്. നമ്മൾ പഴയ ചെയ്ത ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഓഫർ ഇടുന്നുണ്ടോ എന്നങ്ങോട്ട് ചോദിക്കുകയാണ്. ആ ഓഫറിന്റെ പുറത്താണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കുക. നിങ്ങൾക്ക്
എനിക്ക് തോന്നുന്ന പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ. പ്രീ ബുക്ക് ചെയ്ത് വെക്കുന്നവർക്ക് ഇവർ ആ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. വലിയ 1 വർഷം കഴിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഒരു 2-3 മാസം 4 മാസം വരെയുള്ള കാര്യം പറയാം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവരുടെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബ് ലിങ്കുകളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉൾപ്പെടെ. വിളിക്കുന്നതിന് ഒരു സമയമുണ്ടോ? വിളിക്കുന്ന നമ്മുടെ ഓഫീസ് ടൈം 10 to 5:30 ആണ്. 5:30. പിന്നെ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ വിളിക്കുക. എന്ത് ഡൗട്ടിനും ഇനി പുറത്ത് പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും ക്ലിയറൻസിനാണെങ്കിൽ കൂടുതൽ നിങ്ങൾ വിളിച്ചോ, നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരാം. എന്ത് വിലയ്ക്കും എന്ത് ഡൗട്ടിനും നിങ്ങളുടെ വിലയ്ക്ക് സാധനം, ക്വാളിറ്റി സാധനം, അത് കേട്ടാൽ മതി. അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ. ഇതുപോലെയാണ് എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നതിലുപരി ആ പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് ക്വാളിറ്റിയോട് കൂടി നല്ല പ്രൈസിൽ സർവീസോട് കൂടി കൊടുക്കുക എന്നുള്ളൊരു പ്രധാന സംഗതിയുണ്ട്. അത് കിട്ടും. അതുകൊണ്ടാണ് 3ാമത്തെ പ്രാവശ്യം ഇവിടെ നിൽക്കുന്നത്. അത്രമാത്രം പഴയ വീഡിയോസിന് ലിങ്ക് കിട്ടാം കേട്ടോ, നിങ്ങൾക്ക് നോക്കി കാണാം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.